ആദ്യം ആം ആദ്മി പാർട്ടിക്ക് പറയാനാണ് അവകാശം. നവീൻ, ഈ നമുക്കറിയാം PMLA നിയമത്തിൻ്റെ ഒരു കൊടുംകെട്ട് നമുക്കറിയാം. ഏത് രീതിയിൽ നോക്കിയാലും ജാമ്യം കിട്ടാതിരിക്കാൻ ആ നിയമത്തിൻ്റെ ഒരു എന്താണ്, അങ്ങനെയാണ് അതിൻ്റെ പണിക്കുറ്റം തീർന്ന ഒരു പണിരീതി, ഒരു ശില്പചാതുരി, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ന് കോടതിയിലേക്ക് അവസാന നിമിഷവും ഒരു സത്യവാങ്മൂലമായി ED പോയി. എന്നാൽ വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെ ഒരു സത്യവാങ്മൂലം ED പോവുകയാണ്. അപ്പോൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡായി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടിക്കൂടാ എന്ന് തുഷാർ മേത്തയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിന്യാസം കോടതിയിൽ ഉണ്ടായിരുന്നു. ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നോ നവീൻജി? അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ അറിയാം. ഇത് സത്യത്തിൻ്റെ വിജയമാണ്. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരു അക്ഷൗണിപ്പടയെ നിരത്തിക്കൊണ്ടാണ് അവർ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ, അതുപോലെ 289 ലോയർമാർ, 335 അസിസ്റ്റന്റ് ലോയർമാർ, ED, CBI എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അരവിന്ദ് കെജ്രിവാളിനെ നേരിടാനായിട്ട് ഇറങ്ങിയത്. പക്ഷെ അന്തിമ വിജയം സത്യത്തിൻ്റെ തന്നെയായിരിക്കും. ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ജാമ്യം മാത്രമല്ല, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സത്യത്തിൻ്റെ സംരക്ഷകരായിട്ട് പരമോന്നത നീതിന്യായ പീഠം ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതായത് ജനാധിപത്യത്തിൻ്റെ കാവലാളായിട്ട് ജുഡീഷ്യറി ഉണ്ട് എന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു പൊൻകിരണം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ആം ആദ്മി പാർട്ടിയുടെ മാത്രം വിജയമല്ല, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിജയം കൂടിയാണ്. കേസിൽ നിന്നുള്ള ഒരു താങ്കളുടെ വാക്കുകൾ കേട്ടാൽ, കേസിൽ താങ്കളുടെ വാക്കുകൾ മാത്രമല്ല, ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ആവേശം കണ്ടാൽ കേസിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ കുറ്റമുക്തനാക്കി. അങ്ങനെയല്ല, ഇത് ഈ ഇലക്ഷൻ കാലയളവ് ഒരു പ്രത്യേക കാലയളവായി എടുത്തുകൊണ്ട് ആ സമയത്ത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം എന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്തായ മാതൃക കോടതി ചരിത്രത്തിലാദ്യമായി പ്രാവർത്തികമാക്കിയതാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന കേസിൽ നിന്ന് കെജ്രിവാളിനെ കുറ്റമുക്തനാക്കിയതല്ല നവീൻ. ഹാഷ്മി നേരത്തെ തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തല്ലോ, PMLA എന്ന് പറയുന്ന കേസിൻ്റെ ഒരു കുരുക്ക് എന്ന് പറയുന്നത്. പക്ഷേ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുന്നതിന് തുല്യമായ രീതിക്കല്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സെക്ഷൻ 45 പ്രകാരം ജാമ്യം കൊടുക്കാൻ PMLA പ്രകാരം യാതൊരു സാധ്യതയുമില്ലാത്തടത്ത് ജാമ്യം കൊടുക്കാൻ ജഡ്ജ് തയ്യാറായിട്ടുണ്ടെങ്കിൽ, ജസ്റ്റിസ് കന്നയും ദത്തയും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ ആ കേസിനെ പറ്റി കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഈ കേസിലെ തെളിവുകളെ അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ജാമ്യത്തിന് വേണ്ടി പോയിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് ഇത് കള്ളക്കേസാണെന്നും സെക്ഷൻ 90 പ്രകാരം PMLA സെക്ഷൻ 90 പ്രകാരം നടത്തിയ അറസ്റ്റ് നിയമവിരുദ്ധം ആണെന്നുമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ആ വാദത്തിനിടയിൽ കോടതി സ്വമേധയാ ഒരു ജാമ്യം കൊടുക്കുക എന്നുള്ള രീതിയിലോട്ടാണ് വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. കോടതി ചോദിച്ചു, ഈ അറസ്റ്റിൻ്റെ തെളിവുകളെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. മാറ്റേഴ്സ് ആണുള്ളത്, എവിഡൻസ് അല്ല എന്നുള്ളതാണ്. അതായത് കുറച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലിന് കോടതിയിൽ പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ടും BJPയുടെ ഒരു തന്ത്രമെന്ന്, അല്ലെങ്കിൽ BJPയുടെ ഒരു ശ്രമമായിരുന്നു. ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ BJP നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ജനാധിപത്യവാദി, ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവിനെ, ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ ജയിലറകളിൽ നിന്ന്, പ്രചാരണ വേദികളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള BJPയുടെ തന്ത്രം മാത്രമായിരുന്നു. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഒരു കേസ് മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. നമുക്കറിയാം ഈ കേജ്രിവാളിനെ ജയിലറയിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെ നടത്തി എന്നുള്ളത് നമുക്കറിയാം. അവരെന്തോരം സന്നാഹങ്ങളെ ഒരുക്കി എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ ഇന്ന് കോടതിയിൽ പറഞ്ഞാണ്, ജാമ്യം കിട്ടി കേജ്രിവാൾ പുറത്തു വരുവാണെങ്കിൽ പ്രചരണത്തിന് പോകുമെന്നുള്ളത്. അതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അവരെന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി കോടതിയിൽ പറഞ്ഞു, കേജ്രിവാൾ പ്രചരണത്തിന് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്ന്. അതിതൊരു കള്ളക്കേസാണെന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ. ഈ കേസിൽ നിന്ന് അടുത്ത ആഴ്ച വിധി പറയും എന്ന്, ഈ കേസ് പൂർണ്ണമായി വാദം കേട്ട് അടുത്ത ആഴ്ച വിധി പറയുമെന്ന് ജസ്റ്റിസ് ഖന്ന പറഞ്ഞു കഴിഞ്ഞു. അതനുസരിച്ച് അടുത്ത ആഴ്ച കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പൂർണ്ണമായിട്ട് കുറ്റമുക്തനാകും. ഘട്ടം ഘട്ടമായിട്ട് അത് തീരത്തുള്ളൂ. PMLA കേസിന്റെ ആ ഒരു നീണ്ട നാൾ വഴികൾ കുറച്ചുണ്ട് ആ ഘട്ടം ഘട്ടമായ പ്രൊസീജിയർ കാത്ത ഒരു തെളിവുമില്ലാതെ നിങ്ങളുടെ നേതാവ് മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിനുള്ളിൽ കിടക്കുകയുമാണ്.